മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. വായനാ പക്ഷാചരണ പരിപാടികളുടെ ജില്ലാതല സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംഘടിപ്പിക്കണമെന്നും അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് വിദ്യാലയങ്ങളിലായാലും കോളേജുകളായാലും മറ്റുള്ള ഗ്രാമീണ പ്രദേശങ്ങളായാലും ഒക്കെ തന്നെ പുതിയ തലമുറ വായനയിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വായനയുടെ ലഹരിയാണ് അറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവരിലെത്തിക്കുക. ഒരു സന്ദേശമാണ്. മനുഷ്യരെയും സമൂഹത്തെയും ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവ് വായനയിലൂടെ മാത്രമേ ആർജിക്കാനാകൂ. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങളാണ് MLA ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലെ സ്കൂളുകളിലേക്കും ലൈബ്രറിയിലേക്കുമായി വിതരണം ചെയ്യപ്പെടുന്നത്. പുതുതലമുറയെ വായനയുടെ ലഹരിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലും ലൈബ്രറികളിലും നടക്കുന്നത്. വിദ്യാലയങ്ങളിലും നാട്ടുംപുറങ്ങളിലുമുള്ള ലൈബ്രറികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്കാകണം. സാമൂഹിക അവബോധവും രാഷ്ട്രീയ ബോധവും വളർത്തി മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ കഴിയൂ. കേരളത്തിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാനും അവയെ കോർത്തിണക്കാനും പരിശ്രമം നടത്തിയ PN പണിക്കരുടെ അനുസ്മരണ ദിനം ദേശീയ വായനാ ദിനമായി അംഗീകരിക്കപ്പെട്ടത് മലയാളികൾക്ക് അഭിനയിക്കാവുന്ന ഒന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, വിദ്യാരംഗം, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ C അബ്ദുൾ റഷീദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നഗരസഭ വാർഡ് കൗൺസിലർ ഷബീർ അലി നെടുമ്പറമ്പിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PAP രമേഷ് കുമാർ, തിരൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KH ഷറഫുദ്ദീൻ, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത്, വിദ്യാരംഗം ജില്ലാ കൺവീനർ P ഇന്ദിരാദേവി എന്നിവർ സംസാരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് സ്വാഗതവും സാക്ഷരതാ മിഷൻ തിരൂർ നഗരസഭാ പ്രേരക് സദ്യരക്തം നന്ദിയും പറഞ്ഞു. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.